തിരുവനന്തപുരം തൈക്കാട് 19കാരന്റെ കൊലപാതകത്തിൽ 5 പ്രതികൾ കോടതിയിൽ കീഴടങ്ങിയിരിക്കുകയാണ്. അരിസ്റ്റോ ജംഗ്ഷൻ സ്വദേശി അലന്റെ കൊലപാതകത്തിലാണ് ഈ കീഴടങ്ങൽ നടന്നിരിക്കുന്നത്. പ്രതികളെ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ദുലേഖ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇന്ദു, ഈ കേസിൽ അതായത് ഈ പ്രതികൾ ഒളിവിൽ പോയപ്പോൾ മുതൽ പോലീസ് ഊർജിതമായ തിരച്ചിലായിരുന്നു. ഇപ്പോൾ 5 പ്രതികളും കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു. എന്താണ് ഈ കേസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്? ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ശാസ്താക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് തൈക്കാട് ശാസ്താക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് 19 വയസ്സുകാരനായ അലൻ കൊലപ്പെടുന്നത്. ഫുട്ബോൾ കളിക്കിടെയുണ്ടായ തർക്കം പരിഹരിക്കാനായി മധ്യസ്ഥത പറയാനായി എത്തിയ അലനെ കുത്തി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഹൃദയഭാഗത്തായിട്ടായിരുന്നു അലന് പരിക്കേറ്റിരുന്നത്. അന്നേ ദിവസം തന്നെ 2 പ്രതികളെ, അതിലൊരാൾ മുൻപ് കാപ്പ കേസ് പ്രതിയായിരുന്ന സന്ദീപാണ്. അയാളെ അടക്കം 2 പേരെ അന്നേ ദിവസം തന്നെ കണ്ടോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് 5 പ്രതികളെ കൂടി തിരിച്ചറിഞ്ഞു എന്ന് അന്നേ തന്നെ പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും ദിവസമായിട്ടും അവർക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം വൈകുന്നേരം ഇവർ 5 പേരും ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മുമ്പാകെ വന്ന് കീഴടങ്ങിയിരിക്കുന്നത്. പ്രതികളായിട്ടുള്ള അജിൻ, നന്ദു, കണ്ണൻ, അഭിജിത്ത്, അപ്പു എന്നിങ്ങനെ 5 പേരാണ് കോടതി മുമ്പാകെ കീഴടങ്ങിയിരിക്കുന്നത്. നിലവിൽ ഈ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. നാളെ തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. കേസിലെ മറ്റു പ്രതികളൊന്നും തന്നെയില്ല. നിലവിൽ ഈ കസ്റ്റഡിയിൽ എടുത്തിരുന്ന 2 പേരും അതുപോലെ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്ന 5 പേരുമാണ് പ്രതികളെന്ന്. ഓക്കെ ഇന്ദു, എന്തായാലും നഗരത്തെ വിറപ്പിച്ച അലൻ കൊലക്കേസിൽ ഇപ്പോൾ 5 പ്രതികളും കീഴടങ്ങിയിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട് പോലീസിന്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും. കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. ഈ കൊലയിൽ ആസൂത്രണം നടന്നിട്ടുണ്ടോ, അതിൽ ആർക്കെങ്കിലും പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതൊക്കെ ഈ പിടിയിലായ പ്രതികളിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട് പോലീസിന്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ദുലേഖ രേണു പങ്കുവച്ചത്.